നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞു, ബാങ്കിങ് സെക്ടറിലേക്ക് സേവിങ്സ് വരുന്നതിനേക്കാൾ കൂടുതൽ പാരലൽ സെക്ടേഴ്സിലേക്കാണ് പോകുന്നത് എന്ന്. ബാങ്കിങ് സെക്ടേഴ്സിലേക്ക് സേവിങ്സ് വരാത്തതിൻ്റെ കാരണം എന്താണ്? ബാങ്കിങ് സെക്ടർ കൊടുക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനും റിക്കറിംഗ് ഡെപ്പോസിറ്റിനും എല്ലാം കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ വളരെ ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് പുറത്തുള്ളവർ പാരലൽ ബാങ്കുകൾ ഓഫർ ചെയ്യുന്നത്. നാച്ചുറലി എൻ്റെ പൈസ പെട്ടെന്ന് വർദ്ധിക്കുമെന്ന് കണ്ടാൽ ഞാൻ പാരലൽ ബാങ്കിൽ പോകും. പക്ഷേ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഡെപ്പോസിറ്റ്സ് കൊണ്ടുപോയി നിങ്ങൾ പാരലൽ ബാങ്കുകളിൽ കൊണ്ട് ഇടരുത്. നമുക്ക് സ്ഥിര നിക്ഷേപമായിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഇട്ടാൽ കിട്ടുന്ന പ്രയോജനം വളരെ വിശ്വസനീയമാണ് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതേ സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒക്കെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. പക്ഷേ അവിടെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ മാറ്റം കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറ്റാനൊക്കും. അതായത് ഉയർച്ച ഉണ്ടാകുന്നിടത്തേക്ക് മാറ്റാനൊക്കും. താഴ്ച ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് ഉയർച്ചയുള്ളിടത്തേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് മാറ്റാനൊക്കും. പക്ഷേ എല്ലാവരും ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിൽ അത്രയും വ്യതിയാനം വരത്തില്ല. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടാലാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ വരിക. നമുക്കറിയാമല്ലോ, ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അദാനിയുടെ ഷെയറുകളുടെ വിലയെല്ലാം മൂക്കുകുത്തി താഴെ വീണതും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നിടത്ത് നിന്ന് 17ാം സ്ഥാനത്തേക്ക് പോയതും പിന്നെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു രഹസ്യമായിട്ട്. അങ്ങനെയൊക്കെ പതുക്കെ പിടിച്ചു കയറി വീണ്ടും അദ്ദേഹം ഓഹരി മേഖലയിലൊക്കെ മെച്ചപ്പെട്ട കാഴ്ചവെച്ചു. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും വളരെ സൂക്ഷിക്കും. വളരെ ശ്രദ്ധയോടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗതിവിഗതികളെ, താഴ്ച ഇറക്കങ്ങളെ വീക്ഷിക്കുന്നവർക്ക് മാത്രമാണ്, വീക്ഷിച്ച് അതിനനുസരിച്ച് കരുക്കൾ നീക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് സേഫായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അപകട മേഖലയാണ്. ഉദാഹരണത്തിന് ജോൺ മേനാർഡ് കെയ്ൻസ് 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനായിരുന്നു അദ്ദേഹം ഗ്രേറ്റ് ഡിപ്രഷൻ, ആഗോള മാന്ദ്യം, 1929 മുതൽ 31 വരെ ഉണ്ടായിരുന്ന ആഗോള മാന്ദ്യം കവർ ചെയ്ത ഒരു എക്കണോമിസ്റ്റാണ്. ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താ, അതെങ്ങനെ വന്നു എന്നൊക്കെ പഠിച്ച ഒരു എക്കണോമിസ്റ്റാണ്. അപ്പം അദ്ദേഹം ആ മാന്ദ്യത്തിന് ശേഷം ഒക്കെ കൊണ്ടുവന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറീസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ എടുത്ത ഒരു പാഠമുണ്ട്. ഒരു കറൻസിയുടെ വാല്യൂ അത് ഏത് ആസ്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ വാല്യൂ താഴേക്ക് പോകരുത്. അപ്പം ഈ എല്ലാ കാലത്തും 1945 IMF ഫോം ചെയ്തതിന് ശേഷം, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിലവിൽ വന്നതിന് ശേഷം, അത് തന്നെയല്ല സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കൻ ഇക്കോണമി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇക്കോണമി ആയിട്ട് റിവൈവ് ചെയ്ത് വന്നു. അങ്ങനെ വന്നതിന് ശേഷം അമേരിക്കൻ ഡോളറാണ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ഒരു കറൻസി ആയിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? എപ്പോഴും വാല്യൂ സ്റ്റേബിളായിട്ട് വെച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ₹1 വാസ് ഈക്വൽ ടു $1. പക്ഷേ ഇപ്പോൾ $1 ഈസ് ഈക്വൽ ടു 82 rupees or 83 rupees എന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ ആ ഡോളറിലുണ്ടായ വാല്യൂ വ്യത്യാസം. പക്ഷേ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഭയക്കുന്ന സമയങ്ങളുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ റഷ്യ യുക്രൈൻ വാർ, അതും കഴിഞ്ഞ് ഇസ്രായേൽ ഗാസ വാർ, ഇതൊക്കെ വരുന്ന സമയത്ത്, അതായത് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വലിയ മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും വലിയ പേടിയാകും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഫ്ലിക്കറിങ് ആയിരിക്കും, അപ്സ് ആൻഡ് ഡൗൺസ്. അതായത് കാളക്കൂറ്റന്മാരുടെയും കരടികളുടെയും ഒക്കെ പിടിയിൽ ഞെരിഞ്ഞമർന്നായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം. ആ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ അപകടകരമാണെന്ന് ലോർഡ് കെയ്ൻസ് 1930 കാലഘട്ടത്തിന് ശേഷം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒട്ടും തന്നെ വിശ്വസനീയമല്ല. കരുത്ത കരങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ, അങ്ങനെ കടുത്ത കരങ്ങളാകണമെന്നില്ല ഏത് രാഷ്ട്രത്തിൻ്റെ കരമാണെങ്കിലും. അങ്ങനെ വരുമ്പോഴത്തേക്കും വിശ്വസനീയമായ 2 അസറ്റ്സാണ് ലോകത്ത് എല്ലാവർക്കും വിശ്വാസമുള്ള 2 അസറ്റ്സ് അല്ല, 3 ഉണ്ട്. ഒന്ന് ഭൂമി, രണ്ടാമത്തേത് സ്വർണം, മൂന്നാമത്തേത് അമേരിക്കൻ ഡോളർ. പക്ഷേ ഭൂമിയെ നമുക്ക് നമ്പാൻ ഒക്കില്ല. എന്താ കാരണം? പെട്ടെന്ന് പണത്തിനൊരാവശ്യം വന്നാൽ ഭൂമിയെ പണമാക്കി മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒത്തിരി നഷ്ടങ്ങളുണ്ടാകും, പിടിയാ വിലയ്ക്ക് വിൽക്കേണ്ടി വരും. അപ്പം ഭൂമിയെ മാറ്റി വയ്ക്കുക. അസറ്റ്സ് സൂക്ഷിക്കാൻ കുറച്ചും കൂടി നല്ലതും സ്ട്രോങ്ങുമായിട്ടുള്ള 2 അസറ്റ്സാണ് ലോകം കണ്ടെത്തിയിട്ടുള്ളത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. അത് സ്വർണം 1, 2 അമേരിക്കൻ ഡോളർ. അപ്പോൾ അമേരിക്കൻ ഡോളർ
എപ്പോഴാണ് ഫ്ലിക്കർ ചെയ്യുന്നത്, പിന്നെ താഴാനും പൊങ്ങാനും തുടങ്ങുന്നത്? ഒന്നുകിൽ അമേരിക്കൻ ഇക്കോണമി താഴേക്ക് പോകണം, ഗ്രോത്ത് താഴേക്ക് പോകണം, അതല്ലെങ്കിൽ അമേരിക്കൻ ഇക്കോണമിയും മറ്റ് രാജ്യങ്ങളും തമ്മിൽ വല്ല യുദ്ധമോ ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ്, ഏകദേശം കാര്യങ്ങളൊക്കെ സ്റ്റഡി ആയിട്ട് പോകുന്നെങ്കിൽ അമേരിക്കൻ ഡോളറിൽ എല്ലാ ജനതയ്ക്കും വിശ്വാസമുണ്ട്. അമേരിക്കൻ ഡോളർ വില കാത്തു സൂക്ഷിക്കുമെന്ന വിശ്വാസം. അപ്പോൾ അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതേസമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് ചാഞ്ചാട്ടം ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്നവർ എങ്ങോട്ട് പോകും? ഉടനെ അമേരിക്കൻ ഡോളറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതേ സമയത്ത് അമേരിക്കൻ ഡോളറും ഫ്ലിക്കറിംഗ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റും ഫ്ലിക്കറിംഗ് ആണെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ ഇൻവെസ്റ്റേഴ്സും വരുന്നത് സ്വർണത്തിലേക്കായിരിക്കും. അപ്പോൾ ഏത് കാലഘട്ടത്തിലും വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യും. അഥവാ ഇത്തിരി താഴേക്ക് പോയാൽ തന്നെ കുതിച്ച് വീണ്ടും എടുത്ത് ചാടി വരുന്ന ഒരു ഐറ്റമാണ് സ്വർണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്വർണത്തിലേക്ക് എല്ലാവരും ഏത് ഘട്ടത്തിലും, അതായത് ഏത് ലോകത്തെ എവിടെയും ഏത് പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിലും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വിശ്വസിക്കാം. അതായത് ഇതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റും.